നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സെപ്റ്റംബർ വരെ നിപ പ്രതിരോധം ശക്തമാക്കാനാണ് തീരുമാനം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും നിർദ്ദേശമുണ്ട്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഈ നിപ പ്രതിരോധം എങ്ങനെയാണ് സർക്കാർ പദ്ധതി? ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? ധന്യ, നിപ പ്രതിരോധത്തിനായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഇന്നൊരു ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം, ജാഗ്രതയോടുകൂടിയുള്ള കാര്യങ്ങളായിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളുകൾ തുറക്കുകയാണ്. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എല്ലാ തരത്തിലും ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം വേണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പ്രധാനമായിട്ടും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ തേടണം, സ്വയം ചികിത്സ പാടില്ല. നമുക്കറിയാം, ഒരു നിപ പ്രതിരോധം എന്ന് പറയുമ്പോൾ ആരോഗ്യ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നിർത്താൻ കഴിയാത്തതാണ്. അപ്പോൾ എല്ലാ ആളുകളും ജാഗ്രതയോടുകൂടി തന്നെ മുമ്പോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ആരോഗ്യമന്ത്രി പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ എല്ലാ വകുപ്പുകളും ഏകോപിച്ചുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. പ്രത്യേകിച്ച് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ജാഗ്രതയോടുകൂടി തന്നെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജില്ലകൾ, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആരോഗ്യമന്ത്രി ഈ ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്നെയാ. ശരി ഷിജോ.